ഹലോ എവരി വൺ, ഞാൻ വിപിൻ സ്പ്ലെൻഡോ ന്യൂസിലാൻഡ്. ഞാൻ ഇന്ന് വന്നേക്കുന്ന വീഡിയോ നമ്മളുടെ GNM നഴ്സസിനുള്ള ഒരു പിടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമ്മളുടെ GNM നഴ്സസ് ഇപ്പോൾ കൂടുതലായിട്ട് എൻക്വയറി നടത്തുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയാം. പിന്നെ അതിനേക്കാൾ എല്ലാത്തിനും മുമ്പായിട്ട് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ നമ്മുടെ GNM നഴ്സസിന് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. നഴ്സസ് ആർ വെൽക്കം ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ആസ് ആൻ എൻറോൾ നഴ്സ്, ബട്ട് ഡു നീഡ് ടു ബി അവെയർ ദാറ്റ് ദർ ആർ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ അതേക്കുറിച്ച് അവർ തന്നേക്കുന്ന ഫസ്റ്റ് മെസ്സേജ് ഇതാണ്. അതായത് ബി അവെയർ ദാറ്റ് ദർ ആർ ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദിസ് ഫീൽഡ്. ഇവർ ഇതുപോലെ ഒന്ന് എടുത്ത് ഒരു മെസ്സേജ്, അതായത് എൻറോൾ നഴ്സിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം തരുന്ന ഫസ്റ്റ് അവർ തരുന്ന റിപ്ലൈയുടെ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് അവർ നമുക്ക് തരുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സസ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 20 രജിസ്റ്റേർഡ് നഴ്സസ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ എൻറോൾ നഴ്സ് ഇല്ലതാനും. ഏതെങ്കിലും ഇപ്പോൾ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിക്കവറി വാർഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ എൻറോൾ നഴ്സസ് ഉണ്ട്. അപ്പോൾ 20 നഴ്സസ് ഉണ്ടെങ്കിൽ മേ ബി ഒരു 2 അല്ലെങ്കിൽ ഒരു 3 എൻറോൾ നഴ്സ് ഉണ്ടാവും. 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ചിലപ്പോൾ ഉണ്ടായാലായി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഒരു വാർഡിൽ ആകെപ്പാടി, അതായത് ഈ ഒരു ഹോൾ ഹോസ്പിറ്റലിനകത്ത് നമുക്ക് വരുന്നത് ഒരു 3-4 എൻറോൾ നഴ്സ്, അതായത് GNM നഴ്സസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നോർമലി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് എന്ന്. ഞാനിപ്പോൾ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞേക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാനങ്ങ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ജോലി കിട്ടുമോ, എന്തുമാത്രം വേക്കൻസി ഉണ്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻക്വയറി വരുന്ന എല്ലാ നഴ്സസിൻ്റെ അടുത്തും പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എന്താണെന്നറിയോ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എൻറോൾ നഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ എൻറോൾ നഴ്സ് ഇൻ ജോബ് വേക്കൻസീസ് ഇൻ ന്യൂസിലാൻഡ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ സീക്ക്, ഇൻഡീഡ് അങ്ങനെ ഓരോരോ വെബ്സൈറ്റിൽ അവരുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ വലിയ വേക്കൻസി ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കയറി വരാൻ എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിലും നിങ്ങൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും സ്ഥിതി എന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഇപ്പോൾ RNs ഏകദേശം 8 മാസം 8 to 10 മാസങ്ങൾക്കൊക്കെ മുമ്പ് ഇതുപോലെ നമ്മുടെ നഴ്സസ്, രജിസ്റ്റേർഡ് നഴ്സസ്, അതായത് ഇവിടെ ക്യാപ് പ്രോഗ്രാം ചെയ്ത് പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓഫർ ലെറ്റർ കൈ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല. രജിസ്ട്രേഷൻ കിട്ടാൻ തന്നെ 2 മാസം. പിന്നെ അതുമാത്രമല്ല, രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് ജോലി കിട്ടാനായിട്ട് ജോബ് ഹണ്ട് തന്നെ അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയാൽ നേരെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന വേണ്ട കുട്ടികൾ ഇപ്പം നിലവിലുണ്ട്. അപ്പം എന്നതുപോലെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പോൾ ഏതൊരു എൻക്വയറി വന്നാലും ജോലി കിട്ടുമോ എന്നുള്ള കാര്യത്തിന് ഞങ്ങൾ ഈ നഴ്സിംഗ് കൗൺസിൽ പറയുന്നത് പോലെ ഞങ്ങളും പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള പൊസിഷൻസേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജോലി ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്നറിയാനായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. പക്ഷേ ഇതേ സംഭവം ചിലപ്പോൾ ഇതിന് ശേഷം ചിലപ്പോൾ കുറഞ്ഞു വരാം, ചിലപ്പോൾ കൂടി വരാം. ഏത് തന്നെയായാലും നിങ്ങളെ സംബന്ധിച്ച് ന്യൂസിലാൻഡിൽ ഒരു രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അത് മറക്കാതിരിക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷക്കാലം ഇതുപോലെ നഴ്സസിന് ഡയറക്റ്റ് RNs ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു സംഭവം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. ഇപ്പം എൻ്റെ ഇതുപോലെ സ്പ്ലെൻഡോ ന്യൂസിലാൻഡ് വഴി തന്നെ പ്രോസസ്സിങ് ചെയ്ത് രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി നിലവിൽ ഇപ്പോൾ എൻ്റെ ഒരു കാൻഡിഡേറ്റ് ഓൾറെഡി ക്യാപ് പ്രോഗ്രാം കഴിഞ്ഞു. ആൾ GNM ആയിരുന്നു, 9+ ഷിൻഡു ജോർജ്. നിങ്ങൾ ഓൾറെഡി ടെസ്റ്റിമോണി നാട്ടിൽ നിന്ന് വന്നേക്കാളും മുമ്പ് ഒരു ടെസ്റ്റിമോണി ആൾ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷിൻഡുവിൻ്റെ, അതായത് GNM ആയിട്ടുള്ള ഷിൻഡുവിൻ്റെ ടെസ്റ്റിമോണി നിങ്ങൾ നേരിട്ട് അടുത്ത
വരാത്തത്, ക്യാപ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആൾ പറയണേ നിങ്ങൾ നേരിട്ട് കേട്ടോളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ 9 വർഷത്തിന് ശേഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചാൻസ്, അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഒരു വെബ്സൈറ്റിലും അവർ പറയുന്നില്ല ഞങ്ങൾ ഇതുപോലെ 9 വർഷം കഴിഞ്ഞവർക്ക് ഞങ്ങൾ RN പൊസിഷൻ ഞങ്ങൾ കൊടുക്കാം എന്ന് അവർ ഡയറക്റ്റായിട്ട് ഒരു ഇതിനകത്ത് അവർ പറയുന്നില്ല, തരുമെന്ന് തറപ്പിച്ച് പറയുന്നില്ല. അവർ അസസ്മെൻ്റൊക്കെ ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് മാത്രം നോക്കിയിട്ടല്ല, അതുപോലെ കുറച്ച് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ, അത് വൺസ് നമ്മളായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷനൊക്കെ നമ്മളായിട്ട് CGFNS ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള ചെക്ക് ലിസ്റ്റ് ഞാനങ്ങ് തരാം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാനങ്ങ് തരാം. അപ്പോൾ അത് പ്രകാരം വെച്ച് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഓൾറെഡി രണ്ടാമത്തെ കാൻഡിഡേറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് ബാച്ചിൽ ആൾ വരുന്നുണ്ട്. ഓൾറെഡി അഡ്മിഷൻ എല്ലാം സെറ്റായി ഓഗസ്റ്റ് ബാച്ചിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തിരി ടൈറ്റ് ആയിരിക്കും. സെയിം ഇപ്പോൾ RNs സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ എന്നതുപോലെ ചിലപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ജോലി എപ്പോഴെങ്കിലും ആയാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതുപോലെ ജോബ് ഇതുപോലെ കണ്ട് ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയാതിരിക്കുക. കാര്യം ഇത്രയും നാളും കിട്ടാണ്ടിരുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുന്നുള്ളൂ, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, പേഴ്സണൽ സജഷൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ കിട്ടിയേക്കുന്ന ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മിസ്സാക്കാതെ കയറി വരാൻ നോക്കുക. കാര്യം എന്ന് വെച്ചാൽ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നീട് ഒരിക്കൽ ഇരുന്ന് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അയ്യോ അന്ന് കൊടുക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് എൻറോൾ നേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ അതായത് ഈ 9 വർഷത്തിന് താഴോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു RN ആകാനായിട്ടുള്ള കുറച്ച് കോമ്പിറ്റൻസിയും ബാക്കിയുള്ള ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ്. ഇതുപോലെ RN അയക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അതായത് എൻറോൾ നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയി അവർ ഓട്ടോമാറ്റിക്കായിട്ട് RN അയക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുക. എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് EN നേഴ്സിന് ഇവിടെ PR കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നേഴ്സിംഗ് മേഖല തന്നെ മൊത്തത്തിൽ സ്കിൽഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് EN നേഴ്സ് ആയാലും നിങ്ങൾക്ക് എൻറോൾ നേഴ്സ് ആയാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ PR നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ PR എപ്പോൾ കിട്ടും, എപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ജോലിക്ക് കയറി, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്, അതായത് എപ്പോൾ കിട്ടും PR, എപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം കൂടെ ഇതിൻ്റെ അകത്ത് കൂട്ടത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ജോലി കിട്ടി ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് PRന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഞാൻ ഈ പറയുന്നത് എല്ലാ നിയമങ്ങളും ഇപ്പോഴും ഉള്ളതാണ്, കാര്യം ഇത് പിന്നീട് ചേഞ്ച് ആകാനായിട്ട് ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒത്തിരി നിയമങ്ങൾ മാറി മറിഞ്ഞ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടി ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സാലറി സ്ലിപ്പ് 2 ആഴ്ചത്തെ, അതായത് ഫോർട്ട്നൈറ്റ്ലി ആണ് ഇവിടെ പേയ്മെൻറ്റ് കിട്ടുന്നത്, അപ്പോൾ 2 ആഴ്ചത്തെ സാലറി സ്ലിപ്പൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PRന് ഇടാൻ പറ്റും. പിന്നെ അത് ഫാമിലിയായിട്ട് PRന് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫാമിലി നാട്ടിലാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡും കുട്ടികളൊക്കെ നാട്ടിലാണെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് PR ഇടാം. അപ്പോൾ അവർക്ക് വിത്ത് PR ആയിട്ട് നാട്ടിൽ നിന്ന് വരാം. പിന്നെ ഇപ്പം എത്ര ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് എന്ന് ചോദിക്കാറുണ്ട് ഈ PR കിട്ടാനായിട്ട്. അപ്പോൾ അതും ഡിപ്പെൻസ് ആണ്, കേസ് ബൈ കേസാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ENസിൻ്റെ സാലറി എത്രയുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ENസിൻ്റെ സാലറി വരുന്ന, അതായത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ സാലറി സ്കെയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു. നിങ്ങൾ EN ആയിട്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി, നിങ്ങൾക്ക് ജോലി കിട്ടിയാലുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞോണം UK, അയർലൻഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളവിടെ GNMകാരുടെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ PR കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടൊക്കെ എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു UK തന്നെ ഒരു 5 വർഷത്തോളം എടുക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ന്യൂസിലൻഡ് നല്ലതല്ലേ? അതായത് കുറച്ച് താമസിച്ചാലും കിട്ടുമ്പോൾ ഏറ്റവും ഗ്രാൻഡായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഐ തിങ്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ ന്യൂസിലാൻഡ്.
എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ മൊത്തം എല്ലാ കൺട്രീസും നമ്മൾ നോക്കുന്നു, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ബെനിഫിറ്റ്സ് കൂടുതൽ ഏതാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ബെസ്റ്റ് ആൻഡ് ബെറ്റർ ന്യൂസിലാൻഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കി. എങ്ങനെയാണെന്ന് സ്വയം ചിന്തിച്ച് സ്വയം അന്വേഷിച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായതിനു ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ അഡ്വൈസ് ചെയ്തത്. കുട്ടികളുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന അടുത്തൊരു ഡൗട്ടാണ് ഈ IELTS OET എത്ര സിറ്റിംഗ് വരെ നമുക്ക് ക്ലബ്ബ് ചെയ്യാൻ സാധിക്കും. ഇന്നാൾ എൻ്റെ അടുത്തൊരു കാൻഡിഡേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ല ഇപ്പോൾ ക്ലബ്ബിങ് ഓപ്ഷൻ ഒന്നും ഇല്ല എന്നാണല്ലോ പറഞ്ഞത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞ്? അപ്പോൾ അവർ വേറൊരു ഏജൻസി എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ക്ലബ്ബിങ് ഓപ്ഷൻ ഇല്ല എന്ന്. പക്ഷെ ക്ലബ്ബിങ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതാണോ പോയേക്കുന്നത് അത് മാത്രം നിങ്ങൾ എടുത്ത് വേറൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 4 മൊഡ്യൂൾ എഴുതി, 4 മൊഡ്യൂളിൽ നിങ്ങൾ ഒരെണ്ണത്തിന് C ആയി കരുതുക. ഒരെണ്ണം C ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബാക്കിയുള്ള എലിജിബിൾ ആയിട്ടുള്ള ആ മൊഡ്യൂൾസ് നിങ്ങൾക്ക് എടുത്തു വെച്ച് പ്രോസസ്സിങ് ചെയ്യാം. ഇതറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാര്യം എന്ന് വെച്ചാൽ UK-ക്കും അയർലൻഡിനും ആ പേപ്പർ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഒത്തിരി പേര് ഈ UK കാനഡയ്ക്ക് മാത്രമായിട്ട് എക്സാം എഴുതിയേക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ്, നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അന്നേരം ആ കുട്ടിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഈ അടുത്ത കാലങ്ങളിലാണ് ആ കുട്ടി അറിഞ്ഞത്, ഇല്ല ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു മൊഡ്യൂളായാലും അതെടുത്ത് വെച്ച് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ സാധിക്കുമെന്നും അത് ന്യൂസിലാൻഡിനാണ് സാധിക്കുന്നതെന്നും. കാര്യം ആ കുട്ടി കൂടുതൽ ഫോക്കസ് ചെയ്ത് അയർലൻഡായിരുന്നു. അപ്പോൾ എന്നതുപോലെ തന്നെ ഇതുപോലെ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ എല്ലാവരും ഇത് കാണുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഇപ്പോൾ C ആണെങ്കിൽ പോലും കിട്ടിയേക്കുന്ന എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മൊഡ്യൂൾസ് ന്യൂസിലാൻഡിൻ്റെ എലിജിബിൾ മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പ്രോസസ്സിങ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണമോ കിട്ടിയിട്ടുള്ളെങ്കിൽ ആ ഒരെണ്ണം വെച്ച് പ്രോസസ്സിങ് ചെയ്യാം. നിങ്ങൾക്ക് 3 എണ്ണമോ 4 എണ്ണമോ ആയിട്ട് ക്ലബ്ബ് ചെയ്യാം. ബട്ട് ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, വിത്തിൻ 1 ഇയർ. ക്ലബ്ബിംഗ് എന്ന് പറയുന്നത് വിത്തിൻ 1 ഇയറാണ് ക്ലബ്ബിംഗ് ഓപ്ഷൻ വരുന്നത്. പിന്നെ GNംകാർക്ക് നഴ്സിംഗ് കൗൺസിൽ 3 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ റെഗുലറായിട്ട് ഫ്രീക്വൻ്റായിട്ട് എനിക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഒന്ന് ഈ പറഞ്ഞ ജോലി കിട്ടുമോ, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ RN ആയിട്ട് കിട്ടുമോ, പിന്നെ അതുപോലെ തന്നെ OET വാലിഡിറ്റി, ഈ ക്ലബ്ബിംഗ് ഓപ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്ന എൻക്വയറി. ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഓർത്ത് ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറയാനായിട്ടുള്ള ഒരു ചെറിയൊരു സജഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ OET ഏതെങ്കിലും 2 മൊഡ്യൂൾ 1 മൊഡ്യൂൾ കിട്ടിയാൽ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറയണതിൻ്റെ റീസൺ എന്താ, എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന മെയിൻ ഒരു കാര്യം ഇതാണ്. കാര്യം നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മറികടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് തനിയെ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് തന്നെ സാഹചര്യവും ഇതൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. വൺസ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സിങ് ഇവിടെ വരെ എത്തിയല്ലോ, ഇനി എങ്ങനെയും പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് പഠിക്കുന്ന ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. നമ്മുടെ ഇതിനകത്ത് ഒത്തിരി പേര് അങ്ങനെ പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യ സമ്മർദ്ദം എന്ന് പറയുന്ന സാധനം നമ്മൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ധൈര്യമായി, നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾ തന്നെ ആയിരിക്കത്തില്ല, നിങ്ങളിപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സാമിന് നിങ്ങളിരുന്ന് പഠിക്കുന്ന കാര്യം അത് അങ്ങനെ ബ്രെയിനിൽ ഫീഡാവും ഇല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഇല്ലാത്ത സമയം നിങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ എത്ര ടയേർഡാണെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തും. എന്താണ് കാരണം? അടുത്ത ആഴ്ച എക്സാമാണ്, എനിക്ക് സമയം കളയാനേ ഇല്ല. ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ നീ ഒന്ന് പോയി, എനിക്ക് പഠിക്കാനാണ്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് എങ്ങുന്നും നിങ്ങൾ കാശ് കൊടുത്ത് ഭയങ്കര സാധനമല്ല, ഒരിക്കലും എങ്ങുന്നും കിട്ടാത്തൊരു സാധനം അത്. അപ്പം അതുകൊണ്ട് ഈ സാഹചര്യം, ഈ സിറ്റുവേഷൻ നിങ്ങൾ തനിയെ ഉണ്ടാക്കുക. അതിനുവേണ്ടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യും, നിങ്ങൾ സക്സസ് ആവുകയും ചെയ്യും. സോ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട്
ഞാൻ ഇനി വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ല ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വരുന്ന വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്തു. കാര്യം ചില കാര്യങ്ങൾ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടാറ്. ഈ പുതിയ മെത്തേഡ് ഇപ്പോൾ ആർഎൻസിൻ്റെ ആയിട്ടുള്ള പുതിയ BSCക്കാർക്കുള്ള പുതിയ മെത്തേഡ് പ്രോഗ്രാം നിർത്തിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ OSCEയും CBT എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ട്രെയിനിങ് നമ്മളുടെ സ്പ്ലെൻഡർ അക്കാദമി നമ്മൾ കൊടുക്കുന്നുണ്ട് ത്രൂ ഓൺലൈൻ. അപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്, വിപിൻ, സ്പ്ലെൻഡർ ന്യൂസിലാൻഡ്.